അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് പോവാണല്ലേ യാത്രക്കുട്ടി? ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കോഴിക്കോട് പോവാണ്. 3:40 ആറ്റപ്പാല റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടില്ല, ഒറ്റപ്പാലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫുഡ് കഴിക്കുന്നതും പുതിയ ഫുഡ് ട്രൈ ചെയ്യുന്നതും അല്ല ഞങ്ങൾ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ട്രെയിനിൽ കയറിയിട്ട് കാണാം. അപ്പോൾ ഞങ്ങളിതാ ഒറ്റപ്പാല റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങളുടെ ട്രെയിൻ വരുന്നത് 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. യാത്രക്കുട്ടി സൂപ്പറായിട്ടില്ലേ? യോഗ്കളായിട്ടില്ലേ? അച്ഛൻ ജ്യൂസ് വാങ്ങണ കണ്ടപ്പോൾ യാത്രക്കുട്ടി ഓടുന്നത് കണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ ഈ റെയിൽവേ സ്റ്റേഷൻ കുറേ തവണ വന്നിട്ടുണ്ടെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഭാരതപ്പുഴ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ബോബോകളെല്ലാം നിദ്രയിലാണ്. ഞങ്ങൾക്ക് ട്രെയിൻ വരാൻ ഇനിയും കുറച്ച് സമയം കൂടി ഉണ്ട്. യാത്രക്കുട്ടി ജ്യൂസ് ആസ്വദിച്ച് കുടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അതാ നമ്മുടെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ട്രെയിൻ കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യാത്രക്കുട്ടിയുടെ കാര്യമാണ്. ഞാൻ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അവളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അവൾ ഉറങ്ങിയ രക്ഷപ്പെട്ടു. യാത്രക്കുട്ടിക്ക് ഒരാൾ ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ. യാത്രക്കുട്ടീൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്. അവൾക്കിത് ഒരുപാട് ഇഷ്ടമായി. ഞങ്ങൾ പോകുമ്പോൾ ഇതെപ്പോഴും കയ്യിലെടുക്കാറുണ്ട്. പിന്നെ യാത്രക്കുട്ടീൻ്റെ അച്ഛനെയും അമ്മേനെയൊക്കെ വരച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഓരോ തൊട്ട് കാണിക്കാം. അച്ഛനെ നേരെ നിർത്തിക്ക്, നേരെ നിർത്ത്. ഇപ്പൊ തലകുത്തലല്ലേ, നേരെ നിർത്ത്. യാത്രക്കുട്ടി കുറേ സമയം വരച്ചിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അവൾക്ക് ബോറടിച്ചു. അപ്പം ഞങ്ങൾ ലേസ് വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പം അവൾ ലേസ് കഴിക്കുകയാണ്. അങ്ങനെ ദൈവം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് പറഞ്ഞ പോലെ യാത്രക്കുട്ടിയുടെ എല്ലാം കഴിഞ്ഞ് അവൾ ഉറങ്ങി കേട്ടോ. കുറേ സമയം ഉറങ്ങി. കാലിക്കറ്റ് എത്തുന്ന വരെ അവൾ ഉറങ്ങി കേട്ടോ. ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ ട്രൈ ചെയ്യാൻ പോണത് ഒരു ഫലൂഡയാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഫലൂഡ ഷോപ്പ്. സംഗീത് കൂൾബാർ എന്നാണ് അതിൻ്റെ പേര്. ശരിക്കും പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, കുറച്ചുള്ളൂ. റെയിൽവേ സ്റ്റേഷൻ്റെ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ ഈ കൂൾബാർ ഉള്ളത്. ആരെങ്കിലൊക്കെ കോഴിക്കോട് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്. നമ്മൾ പിന്നെ ഞങ്ങൾ ഈ കഴിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് അവിടെ ഏതൊക്കെ ഹോട്ടൽസാണ് ഉള്ളത് നമുക്ക് കാരണം കുറേ വീഡിയോസ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴും നമ്മൾ ജസ്റ്റ് നോക്കുമല്ലോ എല്ലാവരും എന്താണ് കഴിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും നോർമൽ ഫലൂഡയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങളത് ഓർഡർ ചെയ്തു. അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ വേറെ ലെവൽ വിട്ടിട്ട് ഞങ്ങൾക്കൊരു കളിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരെണ്ണം ഓർഡർ ചെയ്തുള്ളൂ. പിന്നെ യാത്രക്കുട്ടിക്ക് നമ്മൾ തണുപ്പ് കൂടുതലാവണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റേ ഐസ്ക്രീമാണ് ഓർഡർ ചെയ്തത്. അതാവുമ്പോൾ നമുക്ക് അലിഞ്ഞിട്ട് കൊടുക്കാമല്ലോ. അവൾക്ക് ഐസ്ക്രീമാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇത് ഞങ്ങളുടെ ഒരു സ്റ്റാർട്ടിങ് ഇതായതുകൊണ്ട് ഞങ്ങൾ ഒരെണ്ണം ഓർഡർ ചെയ്തുള്ളൂ. ഞങ്ങൾക്ക് ഇനിയും കുറേ ഫുഡ്സ് ട്രൈ ചെയ്യാനുള്ളതുകൊണ്ട് ഇത് ഞങ്ങൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്തു. ഇതെന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പോണവർക്ക് എന്തായാലും ഈസി ആയിട്ട് പോകാമല്ലോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോയിൽ കയറി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. നമ്മൾ അടുത്തത് എങ്ങോട്ടാണ് പോണത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇനിയും കാണാം, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.